പി.സി. ജോർജിനെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് കരുതുകയാണ്. അത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി പി.സി. ജോർജിനെ. 4 മണിക്കൂറാണ് പോലീസിൻ്റെ കയ്യിൽ ഉള്ളത് പി.സി. ജോർജ്. ഇതിനിടയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കണം. കോടതിയിൽ നിന്നിറക്കി നേരെ വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയായിരിക്കും കൊണ്ടുപോവുക. യു ഷൈജു വിശദാംശങ്ങൾ നൽകാൻ ചേരുമെന്ന് കരുതുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് പി.സി. ജോർജിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണാം. യു ഷൈജു വരുന്നുണ്ട്. ഷൈജു, വൈദ്യപരിശോധന പൂർത്തിയാക്കാൻ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക? ഏത് ഹോസ്പിറ്റലിലേക്കാണ്? കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്, അതിലേക്ക് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഏതായാലും ഈ കോടതിയുടെ തൊട്ടു മുന്നിൽ പോയി വൈദ്യപരിശോധന നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് 6 മണി വരെ പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഈ 6 മണിക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതി വീണ്ടും ജോർജിൻ്റെ കേസ് പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ കസ്റ്റഡി വേണം എന്ന് പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അതിനകത്ത് കോടതി തീരുമാനമെടുക്കും. ഷൈജു തുടരുന്നുണ്ട്. ഷൈജു, വിശദാംശങ്ങൾ എന്താണ്? കഴിയുന്നത് ഈ കോടതിയുടെ തൊട്ടു മുന്നിൽ തന്നെയാണ് ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. ഈ കേന്ദ്രത്തിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല നേരെ വൈദ്യപരിശോധന കോടതിയിൽ കീഴടങ്ങിയ പ്രതി ആയതുകൊണ്ട് ഒരുപക്ഷെ വൈദ്യപരിശോധന ഇപ്പോൾ ഒഴിവാക്കി കുറഞ്ഞ സമയം മാത്രമുള്ളത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം 6 മണിക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരേണ്ടതുള്ളത് കൊണ്ട് വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയാൽ ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും കടക്കുക. ഏതായാലും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയതിൽ അപാകതയുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രോപ്പറായ കസ്റ്റഡി അപേക്ഷ നൽകണം എന്നൊരാവശ്യം കോടതി പോലീസിനോട് നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരം കാര്യത്തിലേക്ക് പോലീസ് കൃത്യതയുള്ള വിവരം. നേരത്തെ സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് 6 മണി വരെ കസ്റ്റഡി എന്ന് ചോദിക്കുമ്പോൾ അത് കേസിന്റെ ഒരു മെറിറ്റും അതോടൊപ്പം തന്നെ മുന്നിൽ കീഴടങ്ങാതെ കോടതിയിൽ പരിഗണിച്ചുകൊണ്ടായിരിക്കണം കോടതി ഒരുപക്ഷെ നേരിട്ട് ഈ അപാകതകൾ ഉണ്ടായിട്ട് കൂടി 6 മണി വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ ഉത്തരവിടുകയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയും ഇന്ന് തന്നെ പരിഗണിക്കും. ജാമ്യാപേക്ഷയുടെ ഉത്തരവും ഇന്ന് തന്നെ ഉണ്ടാകും എന്നും കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും പോലീസിനെ കബളിപ്പിച്ച പ്രതി പോലീസിന് തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇപ്പോൾ ശരി ഷൈജു, എന്തായാലും പി.സി. ജോർജിനെ 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇനി വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ.